ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്റ്റെം കോഴ്സുകൾക്ക് വേണ്ടി, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മുതലായ കോഴ്സുകളിലേക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നതിന് വേണ്ടി UK ഗവൺമെൻറ് വഴി, അതല്ലെങ്കിൽ നമ്മുടെ IELTS നടത്തുന്ന ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഇതുവഴി സ്ത്രീകൾക്ക് എക്കണോമിക്കലി ലോ ആയിട്ടുള്ള കൺട്രികളിൽ നിന്നും അക്കാദമിക്കലി എക്സലൻ്റ് ആയിട്ടുള്ള കൺട്രികളിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടി കംപ്ലീറ്റ്ലി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാം. അതായത് ഈ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മുടെ IELTSന്റെ ഫീസ് ഉൾപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ്, ഇവിടെയുള്ള സ്റ്റൈഫൻഡ്, കോഴ്സ് ഫീ, അങ്ങനെ A to Z കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഈ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിലൊരു മെയിൻ ഇത് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെം കോഴ്സുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി അതൊരു മെയിൽ ഡോമിനൻ്റ് ആണ്. അതായത് ഇപ്പോൾ മാത്തമാറ്റിക്സ്, ടെക്നോളജി അല്ലെങ്കിൽ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഫീൽഡുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി കേസുകളിലും മെയിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ ആ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് അക്കാദമിക്കലി എക്സലൻ്റ് ആയിട്ടുള്ള, ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ മെയിൻ അജണ്ട. സോ ഈ ഒരു സ്കോളർഷിപ്പിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കൗൺസിലാണ്. ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് ഫ്രീ എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ വൺസ് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ അക്കാഡമിക് ഫീസ് ഇതിനകത്ത് കവേർഡ് ആവും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടി നമുക്ക് നല്ലൊരു എമൗണ്ട് സ്റ്റൈഫൻഡ് തരും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസും ഈ ഒരു സ്കോളർഷിപ്പിൽ കവേർഡ് ആണ്. നാലാമത്തെ കാര്യം, നമ്മുടെ വിസ പ്രോസസ്സിംഗ് കോസ്റ്റും മുതലായ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്കോളർഷിപ്പിൽ കവേർഡ് ആണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ്, ഇതെല്ലാം ഇതിൽ കവേർഡ് ആണ്. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പിൽ നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നതിന് വേണ്ടി. അപ്പാർട്ട് ഫ്രം ഫൈനാൻഷ്യൽ സപ്പോർട്ട്, എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെം കോഴ്സുകളുടെയൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ആയിരിക്കും. ഇവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മളൊരു നോർമൽ ഒരു കോഴ്സ് എടുത്ത് വരുമ്പോൾ നമുക്ക് കണക്ട് ആവാൻ നല്ലൊരു പാടാണ്. പക്ഷേ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈ പ്രൊഫഷണൽ ആയിട്ടാണ് ഡയറക്റ്റ് കണക്റ്റഡ് ആവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിലുള്ള ആളുകളെ നമുക്ക് നല്ല മെൻറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഗ്രോത്ത് ഇപ്പോൾ UK എവിടെയാണെങ്കിലും പിന്നെ ഫ്യൂച്ചറിലേക്കാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് കണക്റ്റഡ് ആവുന്നതുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി UK ഒരു വ്യക്തി അല്ലെങ്കിൽ UK സ്റ്റഡീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ അല്ല. അതുപോലെ തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു മാസ്റ്റർ പ്രോഗ്രാം, അതായത് നിങ്ങളുടെ രാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും വിദേശത്ത് മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രയോറിറ്റി കുറവായിരിക്കും എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇത് അവൈലബിൾ അല്ല. ഈ ലിസ്റ്റിൽ കാണുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ മാത്രമായിരിക്കണം ഇത് അവൈലബിൾ ഉള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിൽ അറ്റ് എ ടൈം നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി ത്രൂ ആണ് നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ആ മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിൽ നിന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞ സെയിം സ്കോളർഷിപ്പിന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്താണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഫ്രീ ആണ്, എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു കോഴ്സിന് എങ്ങനെയാണോ ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യണം, അതേ ക്രൈറ്റീരിയ എല്ലാം ഫിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി വഴിയാണ് നമ്മൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ഇവിടെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ജോയിൻ ചെയ്ത ശേഷമാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി വഴി ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതല്ല, ഇത് ഹൈലി കോമ്പറ്റേറ്റഡ് ആണ്. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഹൈലി കോമ്പറ്റേറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് വലിയൊരു ഫാക്ടറാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം വലിയൊരു ഫാക്ടറാണ്. സോ ഇത് പ്യുവർലി മെറിറ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നല്ലൊരു മാർക്കുള്ളവർക്കാണ് ഈ ഒരു കിട്ടാനുള്ള പോസിബിലിറ്റി. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ലിമിറ്റഡ്
സീറ്റ്സ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതുകൊണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റീസും വളരെ കുറവാണ് ഈ ഒരു സ്കോളർഷിപ്പിന്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി വഴിയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈച്ച് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഇപ്പോൾ 2024 അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി 2025 ജൂണിലേക്കായിരിക്കും അഡ്മിഷൻ ഉണ്ടാകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാത്തിൻ്റെയും ഡെഡ് ലൈൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മെയ് സമയത്തിന് മുമ്പായിരിക്കും ഇതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത്. പക്ഷേ എന്നിരുന്നാലും യൂണിവേഴ്സിറ്റി വഴി ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റി അത് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളതെല്ലാം താഴെയുള്ള ലിങ്ക് വഴി നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്താണെങ്കിലും റിപ്ലൈ ആയിട്ട് വരാം. ബൈ.